നമസ്കാരം, മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് അനുമതി വാങ്ങണമെന്ന് ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥരിൽ നിന്നും കേന്ദ്ര സർക്കാർ വിശദീകരണം തേടും. ഉത്തരവ് സംബന്ധിച്ച ആശയക്കുഴപ്പം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലെത്തിയ ഗൾഫിലെ സാമൂഹിക പ്രവർത്തകരെയാണ് ഇക്കാര്യം അറിയിച്ചത്. സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി, കേന്ദ്ര വഖഫ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ടി.ഒ. നൌഷാദ് എന്നിവരാണ് വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ്, പാർലമെന്ററി കാര്യ സഹമന്ത്രി മുക്താർ നഖ്വി എന്നിവരെ കണ്ട് നിവേദനം നൽകിയത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് ടി.ഒ. നൌഷാദ് ചേരുന്നു. നൌഷാദ്, ഏത് തരത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്? കോഴിക്കോട് വിമാനത്താവളത്തിലെ ഹെൽത്ത് ഓഫീസർ ആനുകാലികമായി ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവിനെ സംബന്ധിച്ച് വളരെയേറെ വിവാദങ്ങളും പ്രതിഷേധങ്ങളുമാണ് കേരളത്തിലും പ്രവാസി മലയാളികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മരണപ്പെട്ടു പോകുന്ന പ്രവാസികളുടെ മൃതദേഹം സ്വദേശത്തെത്തിക്കണമെങ്കിൽ എംബാമിംഗ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ 48 മണിക്കൂറുകൾ മുമ്പ് തനത് വിമാനത്താവളങ്ങളിൽ അധികാരികൾ മുമ്പാകെ എത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവിലുള്ളത്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ അഷ്റഫ് താമരശ്ശേരിയുടെ നേതൃത്വത്തിൽ ഞാനും അതേപോലെ തന്നെ പ്രവാസികാര്യ സെല്ലിലെ ഭാരവാഹികളും ഉൾപ്പെടെ ഇന്ന് ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രി മുക്താർ മേജർ ജനറൽ വി.കെ. സിംഗ് അവരുടെയും അതേപോലെ തന്നെ കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യ മന്ത്രി ശ്രീ മുക്താർ അബ്ബാസ് നഖ്വി അവരുടെയും മുമ്പാകെ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി, ഇത്തരത്തിലൊരു ഉത്തരവ് അത് ഇപ്പോൾ അധികാരത്തിലുള്ള സർക്കാരിന്റെ ഏതെങ്കിലും മന്ത്രാലയങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളതല്ല, മറിച്ച് മുൻകാലത്ത് നിലവിലുണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്, ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ യാതൊരു സർക്കുലറുകളും പുറപ്പെടുവിക്കുവാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നോ വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പ്രവാസികളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന പ്രകോപനപരമായ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന്റെ പിന്നിലുണ്ടായ ഏതോ വികാരത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെടും എന്നുള്ള ഒരു ഉറപ്പാണ് ബഹുമാനപ്പെട്ട ശ്രീ അഷ്റഫ് താമരശ്ശേരിക്കും എനിക്കും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞിട്ടുള്ളത്, കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാമിക വിശ്വാസികളുടെ മൃതദേഹങ്ങളാണ്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം ജനാസ അല്ലെങ്കിൽ മൃതദേഹം കൂടുതൽ സമയം സൂക്ഷിക്കുന്നത് അനുവദനീയമല്ല. അപ്പൊ അത്തരത്തിൽ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതിന്റെ പിന്നിലെ ചേതോ വികാരം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുവാദമില്ലാതെ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ തീർച്ചയായും അന്വേഷിക്കുമെന്നും അതിനുള്ള അത്തരത്തിലൊരു അന്വേഷണം വിശദീകരണം തേടുന്നതിന് അദ്ദേഹം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനായതിനാൽ ആ മന്ത്രാലയത്തോട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉറപ്പ്. അതേപോലെ തന്നെ നാളെ വരെ മൃതദേഹങ്ങൾ ഗൾഫിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതിന് സ്വീകരിച്ചിരുന്ന നടപടികൾ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ തുടരാമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും നൽകിയിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ വിമാനത്താവളങ്ങളിലും അത്തരത്തിലുള്ള നടപടികൾ തന്നെയായിരിക്കും ഇനിയും കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നവരെ തുടരാൻ സാധിക്കുന്നത് എന്ന തരത്തിൽ സ്റ്റാറ്റസ് കോ നിലവിലുള്ള സമ്പ്രദായങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഉറപ്പാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും
ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നന്ദി ശ്രീ ടി.ഒ. നൌഷാദ്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് അനുമതി വാങ്ങണമെന്ന് ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനിൽ നിന്നും കേന്ദ്ര സർക്കാർ വിശദീകരണം തേടുമെന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അതിനോട് പ്രതികരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ടി.ഒ. നൌഷാദ്. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് പ്രാദേശികമായി നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തിവെച്ചു. ലോക്കൽ റിക്രൂട്ടിംഗിന് പകരം വിദേശ രാജ്യങ്ങളിൽ ഇന്റർവ്യൂ നടത്തിയ ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമാകും സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും നിയമിക്കുക. ഇതിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ചതായും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആശുപത്രികളിലേക്കും മറ്റുമായി നിരവധി നഴ്സുമാരുടെ ഒഴിവുകളാണുള്ളത്. ഈ ഒഴിവുകളിലേക്ക് പ്രാദേശികമായി നിയമനം നടത്തേണ്ടതില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. കുവൈത്തിലെത്തി നഴ്സിംഗ് ജോലിക്ക് അപേക്ഷ നൽകുന്ന വിദേശി നഴ്സുമാരെ നേരത്തെ മന്ത്രാലയം നിയമനത്തിനായി പരിഗണിച്ചിരുന്നു. ഈ സൗകര്യമാണ് ഇപ്പോൾ നിർത്തിവെച്ചത്. അതേസമയം കുവൈത്തിൽ നിന്ന് നഴ്സിംഗ് ബിരുദം പൂർത്തിയാക്കിയ വിദേശികൾക്ക് പുതിയ തീരുമാനം ബാധകമാകില്ല. വിദേശത്തു നിന്ന് നഴ്സുമാരെ യോഗ്യതയുടെയും പ്രവൃത്തി പരിചയത്തിന്റെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നതിനായി മന്ത്രാലയം സെലക്ഷൻ കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഇന്റർവ്യൂകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നിയമനത്തിനായി പരിഗണിക്കുക. ആരോഗ്യമേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നഴ്സിംഗ് നിയമനത്തിന്റെ പേരിൽ നടക്കുന്ന അഴിമതികൾ ഇല്ലാതാക്കാനും പുതിയ തീരുമാനം സഹായകമാകുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. സന്ദർശന വിസയിലും കുടുംബ വിസയിലും കുവൈത്തിലെത്തി നഴ്സിംഗ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി നഴ്സുമാർക്ക് തിരിച്ചടിയാണ് പുതിയ തീരുമാനം. അതേസമയം ഇടനിലക്കാരില്ലാതെ ആരോഗ്യ മന്ത്രാലയം നേരിട്ട് റിക്രൂട്ടിംഗ് നടത്തുന്നത് ചൂഷണങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇന്ത്യക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്കുമുള്ള എണ്ണ വിഹിതത്തിൽ കുറവ് വരുത്തില്ലെന്ന് സൗദി അരാംകോ കമ്പനി വ്യക്തമാക്കി. അരാംകോയുടെ കരാർ അനുസരിച്ചുള്ള വിഹിതം ഏഷ്യൻ വിപണിയിൽ അടുത്ത മാസങ്ങളിലും കമ്പനി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിലിന് കൂടുതൽ ആവശ്യം വരുന്ന സാഹചര്യത്തിലാണ് അരാംകോ തീരുമാനം വെളിപ്പെടുത്തിയത്. ലോക എണ്ണ വിപണിയുടെ ആവശ്യം പൂർത്തീകരിക്കാൻ സൗദി എന്നും സജ്ജമായിരിക്കുമെന്ന് അരാംകോ വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ കുറവ് വരുത്തില്ലെന്നും അരാംകോ അറിയിച്ചു. എന്നാൽ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കും റഷ്യയും ചേർന്ന് കഴിഞ്ഞ 6 മാസമായി ഏർപ്പെടുത്തിയ ഉൽപ്പാദന നിയന്ത്രണത്തിന്റെ തോതനുസരിച്ച് യൂറോപ്പ്, അമേരിക്ക എന്നിവയ്ക്കുള്ള വിഹിതത്തിൽ നേരിയ കുറവ് വരുത്താൻ സാധ്യതയുണ്ട്. ഈ ആനുപാതിക കുറയ്ക്കൽ ഇന്ത്യക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും കുറയ്ക്കാൻ അരാംകോ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവിലാണ് ആഗസ്റ്റിലേക്കുള്ള കരാർ ഒപ്പുവെച്ചത്. ഒപ്പക് അംഗരാജ്യങ്ങൾ ഉൽപ്പാദന നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു ശേഷം മധ്യപൗരസ്ഥ രാജ്യങ്ങളിലെ എണ്ണയിൽ സൾഫറിന്റെ അംശം കൂടിയിട്ടുണ്ടെന്ന് അരാംകോ വ്യക്തമാക്കി. റഷ്യ, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ ഏഷ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത് ഇതാണ്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാനാണ് സൗദിയുടെ ഏറ്റവും വലിയ വിപണി. 13 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സൗദിയിൽ നിന്ന് ജപ്പാൻ ദിനേന ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മീഡിയ 1 റിയാദ്. ഖത്തർ പെട്രോളിയം നോർത്ത് ഓയിലുമായുള്ള കരാർ നടപടികൾ പൂർത്തിയായി. ഇന്ന് വൈകിട്ട് ദോഹ ഷെറാട്ടൺ ഹോട്ടലിൽ ഇത് സംബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഖത്തർ പെട്രോളിയം പ്രസിഡന്റും സിഇഒയുമായ സഹദ് ബിൻ ഷെരീദ അൽ കാബി, നോർത്ത് ഓയിൽ കമ്പനി സിഇഒ ജെക്യൂസ് അസിബർട്ട് എന്നിവർ പങ്കെടുത്തു. ഖത്തർ പെട്രോളിയവും മെയ്സ്ക് ഓയിൽ കമ്പനിയുമായുള്ള 25 വർഷത്തെ കരാർ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് നോർത്ത് ഓയിൽ കമ്പനിയുമായി ഖത്തർ പെട്രോളിയം ധാരണയായത്. സൗദി റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ആരംഭിച്ചതായി ഗതാഗത മന്ത്രി സുലൈമാൻ അൽ ഹംദാൻ അറിയിച്ചു. നിലവിൽ സർക്കാർ അധീനതയിലുള്ള റെയിൽവേക്ക് മേൽനോട്ടം വഹിക്കുന്ന സൗദി റെയിൽവേ ഓർഗനൈസേഷൻ, സൗദി അറേബ്യൻ റെയിൽവേ കമ്പനി എന്നിവയുമായി സഹകരിച്ചാണ് സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കുക. ദമാം, റിയാദ് റെയിൽവേ, വടക്കൻ അതിർത്തി റെയിൽവേ എന്നിവയാണ് സ്വകാര്യവൽക്കരിക്കുക. അതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട GCC റെയിൽവേയും വടക്കൻ അതിർത്തിയെ ചെങ്കടൽ തീരവുമായും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പദ്ധതിയിലും ദീർഘകാലാടിസ്ഥാനത്തിൽ മുതലിറക്കാൻ അന്താരാഷ്ട്ര കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായാണ് റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നതെന്ന് ഗതാഗത മന്ത്രി സുലൈമാൻ അൽ ഹംദാൻ പറഞ്ഞു. യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാവാൻ സ്വകാര്യവൽക്കരണം കാരണമാവും. പുതിയ റെയിൽവേ പദ്ധതികൾ BOT അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള കമ്പനികളും കൂട്ടായ്മകളുമാണ് സൗദി റെയിൽവേ സ്വകാര്യവൽക്കരണ രംഗത്തേക്ക് കടന്നുവരേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയ സ്വകാര്യവൽക്കരണ കേന്ദ്രം റെയിൽവേ പദ്ധതികളെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലും ശക്തമായ സുരക്ഷാ സമാധാന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കുക. അതിവേഗ വണ്ടികൾ സേവനത്തിലിറങ്ങുന്നതോടെ വൻ നഗരങ്ങൾക്കിടയിലെ യാത്രാദൂരം കുറയാനും സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താനും സാധിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ ദമാം, ഹുഫൂഫ്, റിയാദ് റെയിൽവേ പാതയാണ് സൗദിയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന റെയിൽവേ സർവീസ്. ഇതിനു പുറമെ ഈ വർഷം ആരംഭിച്ച റിയാദ് കസീം പാതയിലാണ് പാസഞ്ചർ വണ്ടികൾ സർവീസ് നടത്തുന്നത്. ഈ പാതയിലെ സർവീസ് ഹായിലേക്ക് നീട്ടാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. അടുത്ത ഘട്ടത്തിൽ വടക്കൻ അതിർത്തി വരെ ഈ പാതയിൽ സർവീസ് ആരംഭിക്കും. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1
റിയാദ്. പ്രശസ്തമായ സ്കൈ ട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡിന്റെ തിളക്കത്തിൽ വീണ്ടും ഒമാൻ എയർ. യാത്രികർക്ക് വിമാന ജീവനക്കാർ നൽകുന്ന മികച്ച സേവനത്തിനും പരിചരണത്തിനുമാണ് അംഗീകാരം തേടിയെത്തിയത്. ഈ വിഭാഗത്തിൽ മിഡിൽ ഈസ്റ്റിലെ വിമാന കമ്പനികളിൽ 1ാം സ്ഥാനമാണ് ഒമാൻ എയറിന് ലഭിച്ചത്. യാത്രക്കാരിൽ നിന്നുള്ള വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഇത് 4ാം തവണയാണ് ഒമാൻ എയറിന് ഈ വിഭാഗത്തിൽ അവാർഡ് ലഭിക്കുന്നത്. യാത്രക്കാർക്ക് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള സേവനം ലഭ്യമാക്കുന്നതിനായുള്ള അംഗീകാരമായാണ് വ്യോമയാന മേഖലയിലെ ഏറ്റവും മികച്ച ബഹുമതികളിലൊന്ന് വീണ്ടും തങ്ങളെ തേടിയെത്തിയിരിക്കുന്നതെന്ന് ഒമാൻ എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഗ്രിഗറോവിച്ച് പറഞ്ഞു. വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച 100 വിമാന കമ്പനികളുടെ പട്ടികയും സ്കൈ ട്രാക്സ് പുറത്തിറക്കി. ഇതിൽ ഒമാൻ എയറിന് 53ാം സ്ഥാനമാണുള്ളത്. ബുക്കിംഗ് സൗകര്യങ്ങൾ, ബാഗേജ് പോളിസി, വിമാനത്താവളത്തിലെയും വിമാനത്തിനുള്ളിലെയും സൗകര്യങ്ങൾ, ജീവനക്കാരുടെ സേവനം തുടങ്ങിയ 50ഓളം മാനദണ്ഡങ്ങൾ പ്രകാരം യാത്രക്കാരിൽ സർവേ നടത്തിയാണ് മികച്ച വിമാന കമ്പനികളെ തെരഞ്ഞെടുക്കാറ്. മീഡിയ 1 മസ്കത്ത്. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം വൻ വികസനത്തിന് തയ്യാറെടുക്കുന്നു. പുതിയ അറൈവൽ ടെർമിനലിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 2027ഓടെ 2.5 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി കൈവരിക്കുകയാണ് ലക്ഷ്യം. വർഷം കൈകാര്യം ചെയ്യാവുന്ന യാത്രക്കാരുടെ പരിധിയേക്കാൾ കൂടുതൽ പേരാണ് ഇപ്പോൾ ഷാർജ വിമാനത്താവളത്തിലൂടെ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ അറൈവൽ ടെർമിനൽ നിർമ്മിക്കുന്നത്. ഇതോടെ നിലവിലുള്ള ടെർമിനൽ ഡിപ്പാർച്ചർ ടെർമിനലായി മാറും. That will be actually a new arrival area dedicated for arrival, and then we'll be linking the arrival to the current building, and then the next stage will be converting the arrival to departure. വിമാനത്താവളത്തിലേക്കുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം ഡിസംബറോടെ പൂർത്തിയാക്കും. കൂടുതൽ പാലങ്ങൾ, റോഡുകൾ എന്നിവ വികസിപ്പിക്കുന്നതോടൊപ്പം പുതിയ ടെർമിനലിന്റെ നിർമ്മാണത്തിനും തുടക്കം കുറിക്കും. റോഡ് വികസനമടക്കമുള്ള അടുത്ത ഘട്ടം ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് ചെയർമാൻ അറിയിച്ചു. മൊത്തം 150 കോടി ദിർഹമിന്റെ വികസന പദ്ധതികളാണ് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്താൻ പോകുന്നത്. ക്യാമറ പേഴ്സൺ മുയിനുദ്ദീനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. കുവൈത്ത് ആസ്ഥാനമായുള്ള വദനിയ എയർവേസ് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സർവീസ് പുനരാരംഭിച്ചു. ആദ്യ സർവീസ് ജോർജിയയിലേക്കാണ് നടന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 2011 പ്രവർത്തനം നിർത്തിവെച്ച വദനിയ എയർവേസ് ചൊവ്വാഴ്ച മുതലാണ് സർവീസ് പുനരാരംഭിച്ചത്. ജോർജിയ തലസ്ഥാനമായ ടിബിലിസിലേക്കുള്ള വദനിയ എയർവേസിന്റെ ആദ്യ വിമാനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:55 പുറപ്പെട്ടു. ടിബിലിസിലേക്ക് നേരിട്ടുള്ള സർവീസ് ഒക്ടോബർ 29 വരെ തുടരും. തിങ്കൾ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലായി ആഴ്ചയിൽ 3 സർവീസുകളാണ് ഉണ്ടാകുക. ജോർജിയക്ക് പുറമെ അസർബൈജാൻ, ബോസ്നിയ, ഹെർസഗോവിന എന്നിവിടങ്ങളിലേക്ക് വൈകാതെ തന്നെ സർവീസുകൾ ആരംഭിക്കുമെന്ന് കമ്പനി പബ്ലിക് റിലേഷൻ ഡയറക്ടർ ലെൻ അൽ റഷീദ് അറിയിച്ചു. ഇന്ത്യ, UAE, ഈജിപ്ത്, ലെബനോൻ, ജോർദാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. എയർബസിന്റെ A320 എയർക്രാഫ്റ്റുകളാണ് വദനിയ എയർവേസ് സർവീസുകൾക്ക് ഉപയോഗിക്കുന്നത്. കുവൈത്തിലെ അൽ തുവൈജിരി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വദനിയ എയർവേസ്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഓഫീസ് ജീവനക്കാരുടെ ആരോഗ്യം ഉറപ്പുവരുത്താൻ UAEയിൽ ജസ്റ്റ് മൂവ് എന്ന ക്യാമ്പയിന് തുടക്കമായി. അറേബ്യൻ ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പദ്ധതി നടപ്പാക്കുന്നത്. 300-ലധികം സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമാകും. മൈ എംപ്ലോയീസ് ഹെൽത്ത് ഫസ്റ്റ് അഥവാ എന്റെ ജീവനക്കാരുടെ ആരോഗ്യത്തിനാണ് മുൻഗണന എന്ന പ്രചാരണത്തിന്റെ ആദ്യഘട്ടമായാണ് ജസ്റ്റ് മൂവ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ക്യാമ്പയിന്റെ ഉദ്ഘാടനം UAEയിലെ ആദ്യ വനിതാ കാർ റാലി ഡ്രൈവർ റജബ് അൽ താജിർ നിർവഹിച്ചു. 8 മണിക്കൂറിലേറെ ഇരുന്ന ഇരിപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് 40% സാധ്യത കൂടുതലുണ്ടെന്ന് റാക്ക് ആശുപത്രി CEO ജോൺ മാർക്ക് ഗോയർ പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി 300-ലേറെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഓരോ മണിക്കൂറിലും അലാം വെച്ച് ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അല്പനേരം ചെറുവ്യായാമങ്ങൾ ചെയ്യും. കുടിവെള്ളത്തിനുള്ള ഗ്ലാസ് വെള്ളം നിറച്ച് അരികിൽ വെക്കില്ല. പകരം എഴുന്നേറ്റ് നടന്ന് ഗ്ലാസിൽ വെള്ളമെടുത്ത് കുടിച്ച ശേഷം മാത്രമേ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചുവരൂ. ഓഫീസ് ജോലി ചെയ്യുന്നവരെ കൂടുതൽ ചലനാത്മകമാക്കി ആരോഗ്യം നിലനിർത്തുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ആദ്യഘട്ടം സെപ്റ്റംബർ വരെ തുടരും. അറേബ്യൻ ഹെൽത്ത് കെയർ CEO റാസ സിദ്ദീഖിയും പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. ബ്രിട്ടനിലെ പ്രശസ്തമായ വെസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി UAEയിൽ ബ്രാഞ്ച് ക്യാമ്പസ് ആരംഭിച്ചു. റാസൽ ഖൈമ എഡ്യൂക്കേഷൻ സോണിലാണ് സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് പ്രവർത്തിക്കുക. UAEയിൽ ക്യാമ്പസ് തുറക്കുന്ന രണ്ടാമത്തെ മുൻനിര ബ്രിട്ടീഷ് സർവകലാശാലയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ. യൂണിവേഴ്സിറ്റിയുടെ MBA, BA ഹോണേഴ്സ് കോഴ്സുകളാണ് ഇവിടെ ആരംഭിക്കുക. പുതിയ അക്കാദമിക വർഷത്തിലേക്ക് പ്രവേശനം തുടങ്ങിയതായി യൂണിവേഴ്സിറ്റി അധികൃതർ പറഞ്ഞു. BA accounting and finance
And we have honors according to MBA, we have weekend classes as well as we have the regular campus programs. അടുത്ത ഘട്ടത്തിൽ ടൂറിസം, എയർലൈൻ മാനേജ്മെന്റ്, ലോ സ്കൂൾ, എഞ്ചിനീയറിംഗ്, സിനിമ, സംഗീതം, മാധ്യമ കോഴ്സുകളും ഇവിടെ ആരംഭിക്കും. ദുബായ് ക്രീക്ക് ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ യൂണിവേഴ്സിറ്റി ബ്രാഞ്ച് ക്യാമ്പസ് ചെയർപേഴ്സൺ പ്രൊഫസർ ആന്റണി വുഡ്മാൻ പ്രവർത്തനങ്ങളുടെ അനൗപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. റാക്കസ് അക്കാഡമിക് സോൺ ഡയറക്ടർ താനർ ടോപ്കു, ബ്രാഞ്ച് ക്യാമ്പസ് കോ ചെയർമാൻ PA ഇബ്രാഹിം ഹാജി, CEO അഹമ്മദ് റാഫി ബി ബറി, ഡോക്ടർ റാം ബുക്സാനി തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്ഡം ഗ്രൂപ്പാണ് വെസ്റ്റ് ലണ്ടൻ സർവകലാശാല UAE-ലെത്തിക്കുന്നത്. മീഡിയ 1 ദുബായ്. റിയാദിലെ ബദ്ഹ കൊമേഴ്ഷ്യൽ സെന്ററിൽ കഴിഞ്ഞ മാസമുണ്ടായ അഗ്നിബാധയിൽ സർവ്വവും നഷ്ടപ്പെട്ട ഇന്ത്യൻ തൊഴിലാളികൾക്ക് ധനസഹായം വിതരണം ചെയ്തു. കൊമേഴ്ഷ്യൽ സെന്ററിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ തൊഴിലെടുത്തിരുന്ന 140ഓളം പേർക്കാണ് സഹായം ലഭിച്ചത്. NRK ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതിയാണ് സാമ്പത്തിക സഹായം നൽകിയത്. ധനസമാഹരണ വിതരണം ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷഹീം മുഹമ്മദ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. സിറ്റി ഫ്ലവർ CEO ഫസലുർ റഹ്മാൻ, നെസ്റ്റോ BDM നാസർ കല്ലായി, ഷിഫ അൽ ജസീറ മാനേജർ അഷ്റഫ് വേങ്ങാട്ട് എന്നിവരും ധനസഹായം കൈമാറി. ലുലു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ MA യൂസഫ് അലി 2 ലക്ഷം റിയാലും, സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ TM അഹമ്മദ് കോയ 25,000 റിയാലും സംഭാവന നൽകി. KM ട്രേഡിംഗ് ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റ് വിഭാഗമായ സഫ എക്സ്പ്രസിംഗിന്റെ പുതിയ ഔട്ട്ലെറ്റ് മസ്കത്തിൽ തുറന്നു. ഖുറം മദീനത്തുൽ ഇലമിലെ റോയൽ ഒമാൻ പോലീസ് ഹൌസിംഗ് കോമ്പൗണ്ടിലാണ് ഔട്ട്ലെറ്റ്. പോലീസ് പെൻഷൻ ഫണ്ട് ഡയറക്ടർ ജനറൽ ഹമൂദ് ബിൻ ഇബ്രാഹിം സുമർ അൽ സജ്ജാലി ഉദ്ഘാടനം നിർവഹിച്ചു. KM ട്രേഡിംഗ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കോരത്തടക്കം വിശിഷ്ട വ്യക്തികൾ സംബന്ധിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.